പിന്നെ ആംബുലൻസ് താഴെ നിൽക്കുന്നു. ആംബുലൻസിനൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇതുവരെ ഇറങ്ങുന്നില്ല. അങ്ങോട്ട് തിരിച്ച് ഞാൻ പോയതാണ് ചോദിക്കാൻ ഇത്ര എന്തിൻ്റെ ഡിലേ. അപ്പം ഈ പറയുന്ന ആശ ഇപ്പം വരും പറഞ്ഞിട്ട് അവർ സ്ട്രെച്ചറിൽ കൊണ്ടുവരുന്നു വിത്ത് വെൻറ്റിലേറ്ററിൻ്റെ ഇതുമായിട്ട്. എന്നിട്ട് എന്നെ ബോധിപ്പിക്കേണ്ട ഒരു ഇതിൽ കണ്ടീഷനിലാണ് പറയുന്നത്. ഈ നോക്കിക്കോ നിങ്ങൾ, ഈ കൗണ്ടെല്ലാം ഓക്കെയാണ്, വാവേൻ്റെ കണ്ടീഷൻസ് എല്ലാം ബീറ്റ്സും എല്ലാം ഓക്കെയാണ്, വീണ്ടും നോക്കിക്കോ പറഞ്ഞ് എന്നോട് കാണിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു മാഡം ഇപ്പം എനിക്ക് മെഷീനല്ല, എൻ്റെ കുട്ടിയാണ് നോക്കുന്നുണ്ട്, അത് ഓക്കെ ആയി കിട്ടിയാൽ മതി, പെട്ടെന്ന് ചെയ്യും വേണ്ടത്. അങ്ങനെ എത്തിയിട്ട് നമ്മൾ താഴെ ആംബുലൻസ് എത്തി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ നമ്മൾ ഡിസ്കഷൻ ചെയ്തത്, അതായത് ബേബിയിൽ കൊണ്ടുപോകണം എല്ലാം ഡിസ്കസ് ചെയ്ത് മേലെ പോയിട്ട് താഴെ എത്തുന്ന ആംബുലൻസിൽ മോനെ കയറ്റി കഴിഞ്ഞിട്ടും ഇവരെന്നോട് വീണ്ടും വന്ന് ചോദിക്കുന്ന ചോദ്യം, കണ്ണൂർ തന്നെയല്ലേ പോകുന്നത് സാർ, BHMൽ തന്നെയല്ലേ പോകുന്നത് സാർ. ഞാൻ പറഞ്ഞു പിന്നെന്താ നമ്മൾ പറഞ്ഞത് അങ്ങോട്ടല്ലേ പോകുന്നത്. അല്ല അവിടെ ഇൻഫോം ചെയ്യാനുണ്ട്, അതായത് ഇവർ ഇതുവരെ ഇൻഫോം ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് ഷൗട്ടായി അവിടെ. അത് കഴിഞ്ഞിട്ട് അതുവരെ ഒരു സിസ്റ്ററെ കയറ്റി വിടുന്ന സാഹചര്യം ആയിരുന്നു. ഈ ഷൗട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒച്ചയ്ക്കിപ്പം ആണ് ഇവർ ഈ ഡോക്ടർ കുറച്ചും കൂടി ഡോക്ടർമാർ ഫ്രെഡി ഇവരെല്ലാം കയറ്റിയിട്ട് അതിൻ്റെ കൂടെ അയച്ചത്. അതർവൈസ് ഒരു സിസ്റ്റർ മാത്രം കയറ്റി വിടേണ്ട ഇതിലായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്ന ഹോസ്പിറ്റൽ ബാക്കി ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം അവർ പറയുന്ന പ്രോസസ്സ് ഇപ്പം എങ്ങനെയാണ്, ടെമ്പറേച്ചർ ഇതാണ്, എല്ലാം ഒരു ഇതിൽ പോകുന്നു. നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനിലാണ്, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇത് നടക്കുന്നു, ഡോക്ടർ പറയുന്നു നടക്കും. അങ്ങനെ ഈ അവസാന ഘട്ടത്തിൽ എന്ന് പറയുന്നത് പോകേണ്ടത് പോയി. ബാക്കിയെല്ലാം സാറിന് ജനതക്കും അറിയാം എന്താ സംഭവിച്ചത്. ചുരുങ്ങിയതിൽ ഇത് പറയാം സാർ, എല്ലാവരോടും എല്ലാ ഡോക്ടറായാലും പോലീസായാലും സർക്കാരായാലും ഇതിനൊരു എൻ്റെ മോനായിക്കോട്ടെ ഒരു മാന്ത്രികം എക്സാമ്പിൾ ഫോർ എവ്രി വൺ. ഇനി ഇത് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കാൻ പാടില്ല സാർ, ഏത് ഹോസ്പിറ്റലിലും നടക്കാൻ പാടില്ല. ഒരു ഡോക്ടർ ചെയ്യുന്ന മുമ്പ് ഈ അശ്രദ്ധ നെഗ്ലിജൻസ് തന്നെയാണ് സാർ ഇത്. അവരെ നെഗ്ലിജൻസ്, അവരൊരു എന്ത് എടുത്ത് ചാടുമ്പോൾ എല്ലാവർക്കും ഹരിബരിയാണ്. അങ്ങനത്തെ ഒരു ഇതിലാണ് കണ്ടീഷനിൽ അവർ പോകുന്നത്. എന്തിനാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത്? ഒരു ഇതിൽ നോർമൽ കണ്ടീഷനിൽ പോകുന്ന ആൾ എന്തിനാണ് ഒരു മെൻ്റലി ഒരു ആ അപ്രോച്ച് ചെയ്യുന്നത്? നമ്മൾ നല്ലത് എന്ത് നല്ലത് വരും നമുക്ക്, നമ്മളുടെ മക്കളിനോ നമ്മുടെ ഫാമിലിക്കോ, നമ്മൾ അതല്ലേ നോക്കല് സാർ. അത് എടുത്ത ഡിസിഷൻ ഞാനാണ്, നല്ലത് വരട്ടെ. ആ ഡോക്ടർ ചിലപ്പം ആ ഡോക്ടർ ഫ്രെഡി എന്നോട് ആ അപ്രോച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നോർമൽ പ്രൊസീജിയർ നമ്മൾ പോയി തന്നെ നോർമൽ ചെയ്യേണ്ടത് അല്ലേ സാർ. അവർ ആദ്യം തന്നെ നിങ്ങളോട് ചോദിച്ചപ്പോഴും പൈസയാണ് ചോദിച്ചത്. ഫസ്റ്റ് ഈ പോയി നിങ്ങളെ മാറ്റി നിർത്തി സംസാരിക്കും. ഫോംസ് ഫില്ല് ചെയ്യുന്നത് നമ്മൾ ഒരു രജിസ്റ്റർ ചെയ്യാൻ തന്നെ ഫസ്റ്റ് അവർ ചോദ്യമായിരിക്കും ഇൻഷുറൻസ് ഉണ്ടോ, അതാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞുണ്ട് മാഡം, ബാക്കി ഡീറ്റെയിൽസ് എന്താ വേണ്ട പെട്ടെന്ന് ആയിക്കോട്ടെ മാഡം, പേര് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. പിന്നെ അതിൻ്റെ പിന്നാലെയായി നമ്മൾ. ഇവരെ ചോദ്യം തന്നെ ഫസ്റ്റ് ഇൻഷുറൻസ് ചോദിക്കുമ്പം തന്നെ നമ്മൾ ഒരിതിലാണ്. പിന്നെ പറഞ്ഞില്ല സാർ, ആ ഒരു മൂമെൻറ്റ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു ഇതിലില്ല. നമ്മൾ ആ ഇങ്ങനെ ഇതിൽ പോകുന്നു. ഓക്കെ കരച്ചിലും ഇതുമായിട്ട് നോക്കുമ്പോൾ ഇപ്പോഴും ആശുപത്രി അവരുടെ ഭാഗത്തുനിന്ന് പറയുന്നത് ഇതിനകത്തൊരു നെഗ്ലിജൻസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെഗ്ലിജൻസി സാറിന് ഇപ്പം പറഞ്ഞ മാതിരി തന്നെ ഒരു പ്രോസസ്സോ ഒരു സർജറി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നോർമൽ ഒരു ഡോക്ടറിൻ്റെ ഒരു വന്ന് ഫിസിക്കലി ഒരു പേഷ്യൻ്റായിട്ട്, ഞാൻ എൻ്റെ കുഞ്ഞല്ല ആരും വേണമെങ്കിൽ പേഷ്യൻ്റായിട്ട് വന്ന് ഫിസിക്കലി കാണുമല്ലോ, അതുപോലും കണ്ടിട്ടില്ല, ഇത് കണ്ടിട്ടുമില്ല. കാണാൻ അവർ ഓട്ടിലും ഇപ്പം കുഞ്ഞിനെന്നറിയിൽ അമ്മ മാത്രമാണ് അനസ്തേഷ്യൻ അവിടെ ഇരിക്കുമ്പോഴായിരിക്കും കണ്ടത്. ഇതാണ് അഞ്ജലി പോദ്വാൽ, അവിടെ കാണുന്നുണ്ടാവും. അങ്ങനെയാണ് ഈ സംഭവത്തിനൊക്കെ ശേഷം ഇപ്പോൾ പോലീസ് ഈ പറയുന്ന അഞ്ജലി പൊതുവാളിനെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റ് 2 ഡോക്ടർമാർ ഇപ്പോൾ ആരതി അന്തർജനം നിർമ്മൽ ആരതി അന്തർജനം, ഈ പറഞ്ഞ പോലെ ഫ്രെഡി തുടങ്ങിയിട്ടുള്ള ഡോക്ടർമാരൊക്കെ ഈ കേസിന്റെ ഭാഗമായി വരണം. അവർ ഇതിന്റെ ഭാഗം തന്നെയാണ്. ഇതെല്ലാം ഒരു പ്രോസസ്സ് തന്നെയാണല്ലോ സാർ. ഞാൻ പറഞ്ഞ മാതിരി ഫ്രെഡി ഡോക്ടറെ ഇൻഫോം ചെയ്യുന്നു, ഇങ്ങനത്തെ ഒരു കേസ് വന്നു, അവർ തീരുമാനിക്കുന്നു ഇതിൽ സർജറി വേണം. ഓക്കെ, അവർ തീരുമാനിച്ച് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ പീഡിയാട്രീഷ്യൻ വരുന്നത്. പീഡിയാട്രീഷ്യൻ തീരുമാനിച്ചിട്ടല്ലേ ഒരു അനസ്തീഷ്യ വെക്കുന്നത്. ഇതെല്ലാം ഒരു ഇതല്ലേ. അപ്പം ഇവരെ ഒരു നെഗ്ലിജൻസി തന്നെയാണല്ലോ. ഒരു പീഡിയാട്രീഷ്യൻ വന്നിട്ട് ഒരു 5 മിനിറ്റ് നിന്നിട്ട് ഇത് ഓക്കെ
ചോദിക്കേണ്ട കാര്യം അവരാണ്. അവർ ചോദിക്കാതെ നമ്മൾ പറയുന്ന ഇങ്ങനെ കണ്ടീഷനാണ്, ഇങ്ങനത്തെയാണ്, പ്രീ മെച്യൂർ ആണ്, ഇതെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും കാണുന്ന ഡോക്ടേഴ്സിന് പറഞ്ഞുകൊണ്ടിരിക്കണം. അവരിതൊന്നും ചോദിക്കുന്നില്ല. ഇങ്ങോട്ട് ഒരാളും ചോദിക്കുന്നില്ല എന്താണ് കണ്ടീഷൻസ്, പാവം എത്ര ഇതാണ്, ഇല്ല. അവരുടെ ഭാഗത്ത് ഇങ്ങനത്തെ ഒരു ഇതും ഇല്ല. അപ്പോൾ ഇത് നെഗ്ലിജൻസി അല്ലെങ്കിൽ എന്താണ് സർ? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അവസാനം വരുന്നത് അതിനകത്ത് ക്ലിയർ ആയിട്ടുള്ളൊരു മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിച്ചിട്ടുണ്ട്, അനസ്തേഷ്യ കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, ചെറിയ, അതായത് 1 സെന്റിമീറ്ററിൽ താഴെ മാത്രമേ മുറിവുണ്ടായിരുന്നു. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പം ആശാ നിർമ്മൽ ആ സ്റ്റേജിൽ നിന്ന് പറഞ്ഞ വാക്കാണിത്. അനസ്തേഷ്യ കൊടുത്ത ഡോസ് കൂടി കൊണ്ട് ഹാർട്ട് ബ്ലോക്കായി കാർഡിയോ അറസ്റ്റായി വന്നു. അതുകൊണ്ട് നമ്മളിപ്പം അതിന് സീപ്പർ ചെയ്തെല്ലാം കുഞ്ഞിനെ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇത് അവർ പറഞ്ഞ വാക്കാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല സാർ, ഞാൻ ഇതായിപ്പോയി. ഇതിപ്പം 100% അവർ ഈ വാക്ക് പറയില്ല. നമുക്ക് ആ സമയത്ത് വീഡിയോ ഇത് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, ഈ വീഡിയോ നമ്മൾ എടുത്ത് വെക്കണോ, എന്തെങ്കിലും നമുക്ക് ഇതുണ്ടോ? അവർ 100% ഈ വാക്ക് പറയില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവർ പറഞ്ഞ കാര്യമാണ്. ബാക്കി മെഡിക്കലായിട്ട് എന്താണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് നോർമൽ പ്രോസസ്സ് അറിഞ്ഞ കാര്യം പറഞ്ഞത് സാർ. അനസ്തേഷ്യ പറയുമ്പം ബോഡി ഒരു സൈലൻറ്റ് പോകും. എൻ്റെ ഒരു ഇതിൽ പറയുന്നത് ഷ്രിങ്കാവും, അങ്ങനത്തെ ഒരു ഇതുണ്ടാവുമായിരിക്കും. സഡക്ഷൻ മാതിരി പോകുന്നതാണ്, അറിയില്ല. അതിലൊരു പ്രോസസ്സ് അവർ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും പ്രോസസ്സ് ഉണ്ടാവും. അവിടെ ഈ പറഞ്ഞില്ല, അവർ കൊണ്ടുപോയിട്ട് ഒരു 10-15 മിനിറ്റിലാണ് ഈ സംഭവം അലാറം അടിക്കാൻ തുടങ്ങുന്നത്. അപ്പം അറിഞ്ഞു വന്നത് ഈ പോസ്റ്റ്മോർട്ടം എല്ലാം കാണുമ്പോൾ എന്ന് മനസ്സിലാവുന്ന അതിൽ പ്രോസസ്സിൽ എവിടെയോ ആ ഗ്യാപ്പ് വന്നത് ഇവിടുന്ന് കൊണ്ട്. നോർമലി ഒരു അനസ്തേഷ്യ കൊടുക്കുന്ന ഒരു ടേബിളിലായിരിക്കും അല്ലേ സാർ? ആ ഒട്ടീൻ്റെ ഉള്ളിൽ അവിടെയല്ല കൊടുക്കല്ലേ, ആണോ സാർ? എനിക്ക് ആണല്ലോ, യെസ്, അത് തന്നെ ആയിരിക്കും. ഇത് ഇവിടെ ഇരുത്തിയിട്ട് അവർ, അത് സീരിയസ്നെസ് അല്ല അതിൻ്റെ അർത്ഥം. അമ്മയുടെ മടിയിലിരുത്തി തന്നെയാണ് അനസ്തേഷ്യ കൊടുത്തതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട്, ഗ്ലാസ്സിൽ കാണുന്നുണ്ട് സാർ, അവിടെ ഇരുന്ന് പറഞ്ഞ് കൊടുക്കുന്നു. വാവ നല്ല ഇതിൽ ഒരു സ്ട്രേഞ്ചറിനെ കാണുന്ന ഒരു രീതിയിൽ കാണുന്നുണ്ട്, സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, പറയുന്നതിൽ കേൾക്കുന്നുണ്ട്, നമ്മൾ ഈ ഗ്ലാസ്സിൽ കാണുന്നുണ്ട്. എടുത്ത് കൊടുക്കുന്ന സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ കാണുന്നുണ്ട്. കൊടുത്തു സിസ്റ്റർ, അവരങ്ങോട്ട് പോകുന്നതും വൈഫ് തിരിച്ച് പുറത്തേക്ക് വരുന്നു, ഇത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇവരെ നെഗ്ലിജൻസി തന്നെയാണ് സാർ. ഞാൻ ബാക്കി ഡോക്ടേഴ്സോടും പറയുന്ന ഒരിതാണ്, ദയവായി സംഭവം അറിഞ്ഞിട്ട് കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മെഡിക്കലായിട്ട് നിങ്ങൾ പറയുന്നത് അതിൽ ആരും ഇതില്ല, കൺസേൺ ഇല്ല, നിങ്ങൾ പറഞ്ഞോളൂ, അത് നിങ്ങളുടെ ഭാഗമാണ്. പക്ഷേ ഇവർ സംഭവിച്ച കാര്യം നിങ്ങൾ അത് അറിയണം, ജനതകളും അറിയണം. ഇനി ഈ സംഭവം നടക്കാൻ പാടില്ല സാർ. എൻ്റെ മോന് ഒരു എക്സാമ്പിൾ ആയിക്കോട്ടെ, എൻ്റെ ഈ കേരളത്തിന് വേണ്ടി. ഇനി ഇങ്ങനത്തെ ഒരു സംഭവം നടക്കാൻ പാടില്ല സാർ. നിലവിലുള്ള ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോലീസിൻ്റെ അന്വേഷണം ഇപ്പം നിലവിൽ എന്തായാലും ഈ അഞ്ജലി പൊതുവാളിനെതിരെ കേസെടുത്തിട്ടുണ്ട്, പക്ഷേ അറസ്റ്റ് ചെയ്യാവുകയോ മറ്റ് നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരുന്നു, അതിൻ്റെ യോഗം നടന്നു. അവരും അതിനകത്ത് നെഗ്ലിജൻസ് ഉണ്ടായി എന്നുള്ളതാണ് അവരുടെ ഒരു പ്രാഥമികമായിട്ടുള്ള അസസ്മെൻറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അതിനകത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ മെഡിക്കൽ ബോർഡിൽ തന്നെ കുറേ ആളുകൾ അധികമായി വന്നത്, ഈ പോലീസ് അന്വേഷണത്തിലൊരു വേഗതക്കുറവ്, ഈ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ കുടുംബം എന്നല്ലെങ്കിൽ ഒരു പിതാവ് എന്ന രീതി നിങ്ങൾ ഓക്കെ ആണോ, അല്ലെ സംതൃപ്തനാണോ? ഈ പറഞ്ഞ മാതിരി പോലീസ് ഭാഗത്ത് നിന്ന് എനിക്ക് കോളും വരുന്നുണ്ട്, അവർ പറയുന്നുണ്ട്, അവരുടെ ഭാഗത്ത് അവർ അന്വേഷിക്കുന്നവർ എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്കൊരു പ്രതീക്ഷയുണ്ട്, അവർ പറഞ്ഞ വാക്കുകൾ ന്യായം എന്തായാലും ഉണ്ടാവും. അവർ അതിനായിട്ട് കാര്യങ്ങൾ പ്രോസസ്സ് സ്പീഡാക്കും. എനിക്ക് വിശ്വാസമുണ്ട് അവർ പറഞ്ഞ ഒരു ഇതിൽ. നമ്മൾ പോലീസായാലും സർക്കാരായാലും എല്ലാവരോടും ഒരു നിവേദനം തന്നെയാണ്, ഇതിനൊരു നീതി കിട്ടണം. ഇതിലൊരു ഡിലേ വരുത്തല്ലേ. ഈ പറയുന്ന കിംസ് അല്ല, ഈ പറയുന്ന ഇവരെല്ലാം കുറേ വലിയ ആൾക്കാരാണ്. അത് നമ്മളൊരു വിചാരിച്ചാൽ ഇന്ന് വരെ എത്താനേ പറ്റുള്ളൂ, പക്ഷെ അവരെ മുട്ടാൻ നമുക്ക് പറ്റൂല, ഒന്നും വരെ അവരെത്തും. ബട്ട് അത് സൂരജ് അച്ഛൻ, ഞാൻ അവരെ മറക്കാൻ സമ്മതിക്കില്ല. ഇത് വാക്കാണ്. സർക്കാരും അവർ ചെയ്യേണ്ട ഭാഗം ചെയ്. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ റിപ്പോർട്ട് ചെയ്യാനല്ലേ, ഞാൻ മറക്കാൻ സമ്മതിക്കില്ല. അത്ര ഒരു ഇത് പറഞ്ഞിട്ട് ബാക്കി സാർ ജനതകൾ അറിയാം, എല്ലാവർക്കും അറിയാം സത്യം എന്താണ്.
ആ സത്യം പുറത്ത് വരണമെങ്കിൽ ഈ 3 പേര് പണിഷ്മെൻറ്റ് കിട്ടിയേ പറ്റുള്ളൂ. അവർ സമ്മതിക്കും സർ. അവർ സത്യം ഇപ്പം അവർ ഒളിപ്പിക്കുന്നതാണ്, അവർ പറയാൻ പറ്റില്ല, അവർ മാനേജ്മെൻറ്റ് പ്രഷർ ചെയ്യുന്നുണ്ടാവും, എന്താണ് നമുക്കറിയില്ല. ബട്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നവർ തിരിച്ച് മാറ്റി പറയുന്നത്. ആശ നിർമ്മലും അവർ പറഞ്ഞ വാക്കാണ്. അപ്പം അവർ തന്നെ പറഞ്ഞോളും, ബാക്കിയെല്ലാം തന്നെ താൻ വന്നോളൂ സർ, നടന്ന കാര്യങ്ങൾ. എന്തായാലും നിങ്ങളുടെ ഒരു ലൈഫിൽ തന്നെയുള്ളൊരു ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യം, പക്ഷേ അതിപ്പോൾ പൊലിഞ്ഞു പോയി. പക്ഷെ എന്നാലും ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഉറപ്പ്. ഇത് കിട്ടുന്ന വരെ നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ വലിയ ഒരു 6-7 വർഷം കാത്തിരുന്ന് കിട്ടിയ ഒരു മോനാണ്. മകനെ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ എന്തായാലും ആ മകന് വേണ്ടി ഇനി എന്തായാലും പോരാട്ടം തുടരും എന്നുള്ളത് തന്നെയാണ്. ഉറപ്പായിട്ട് ഇത് കിട്ടുന്ന വരെ ഞാൻ ഉണ്ടാവും അതിന്. ബട്ട് എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ സർക്കാർ, നമ്മളെ ജനത ഇതിനൊരു വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. എന്നെ നമ്മളെ ജനതയ്ക്ക് ഇതിൽ വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ സർക്കാരായിട്ടും ഇവിടുത്തെ പോലീസായിട്ടും അവർ ഇതിന് നീതി ഉറപ്പായിട്ട് എത്രയും പെട്ടെന്ന് മുമ്പിൽ, ജനതകളുടെ മുമ്പിൽ, നമ്മുടെ കേരളത്തിന് മുമ്പിൽ കേരളത്തിലല്ല, ഇത് എല്ലാവർക്കും അറിയണം, അവരെത്തിക്കും എന്ന് ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. അത് കണ്ടവരും എല്ലാവരോടും ഞാൻ റിക്വസ്റ്റാണ്, അവർ ചെയ്തിരിക്കും, എനിക്ക് ഉറപ്പ്. ആ വിശ്വാസം തന്നു പോയിട്ടുണ്ട്, അത് ഉണ്ടാവും സർ, ആ വിശ്വാസം.